അപ്പോൾ കുറേയായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് വെൽക്കം ടു ഷിംനായി ബീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാളെ നമ്മുടെ ദിലുവിൻ്റെ പിറന്നാളാണ്. സോ ഇന്ന് ഞാൻ ദിലുവിന് വേണ്ടിയിട്ട് ഒരു കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. റെഡ് വെൽവെറ്റ് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ബേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേയായി ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. സോ നാളെ ദിലുവിന് വേണ്ടിയിട്ട് ഒരു കേക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു അവൾക്ക് ദിൽഷ ഫാമിലി ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് റെഡിയാക്കിയിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവും നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് സീ. അടിപൊളി ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനത് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ വലിയ പാക്കേജ് കണ്ടോ, ദിലുവിന് വന്നതാട്ടോ. ഇന്ന് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വെച്ചതാണ്. ഇനി നാളെ രാവിലെ ദിലുവിടെ ലാൻഡ് ചെയ്യും. ഓക്കേ, അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കും അറിയില്ല. നാളെ ദിലു വന്നിട്ട് ദിലു എന്നെ തുറന്ന് നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഇവിടെ എൻ്റെ ആമിക്കുട്ടി എനിക്ക് നട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday dear Dilumar. Happy birthday to you. Thank you. മക്കളെ വന്ന് തള്ളല് തുടങ്ങിട്ടോ. Thank you da. Thank you so much. Usha family എനിക്ക് അയച്ച ഗിഫ്റ്റ് ആണ്. ഹായ് ദിയ. ദിയന്റെ തലയിൽ റിബൺ. ഇത് കട്ട് ചെയ്യാൻ തന്നെ വെച്ചിട്ടുണ്ടാവും ചില സമയം. ഓക്കേ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഓ, ഇത് ഫ്രോക്കാണല്ലേ. ഇതെന്റെ ബിഗ് ബോസിലെ ഫ്രോക്ക് പോലത്തെ ഫ്രോക്കാണല്ലോ. ഓ നൈസ്. ചിഞ്ചമ്മേ, അടിപൊളി. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് കളർ. നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ആ, നല്ല ബോക്സ് ഒക്കെ. ഞാൻ നല്ല നശിപ്പിച്ച് തുറക്കുന്നു. ആമിക്ക് ഇത് കണ്ടിട്ടുണ്ടോ തോന്നുന്നു? ആമി വാരി പിടിക്കാൻ. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എന്താ അതിനിടാനുള്ള കമ്മലാന്ന് തോന്നുന്നു. അടിപൊളി, ഭയങ്കര ഇഷ്ടായി. താങ്ക് യു. വാവ്, സോ പ്രിറ്റി. ഇതൊന്ന് ബാക്കിൽ ഇങ്ങനെ കെട്ടണം. ഞാൻ ഈ ഉടുപ്പ് യുകെയിൽ പോകുമ്പോൾ എടുക്കും. എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനാ. അവിടെ ഇത് കിട്ടി തന്നു ചിന്ന. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയി. എന്താ വീട്ടില് പിന്നെ ഇതാ ഇപ്പം കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെക്കറേഷൻസ് ഈ ബോൾസ് ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അതങ്ങനെ കുത്തിയതാട്ടോ സൈഡില്. ഈ സ്റ്റാൻഡിലേക്ക് വെക്കണം. സിമ്പിൾ കേക്കായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഗിഫ്റ്റ്സ് ഒക്കെ റെഡി. ഓക്കെ, ദിലുവിൻ്റെ ഉണ്ണിക്കണ്ണനെ ഇന്ന് ദിലു ഒരുക്കിയതാണ് പിറന്നാളായിട്ട്. അങ്ങനെ നമ്മുടെ നായികയുടെ എൻട്രി. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ കേട്ടോ. അപ്പൊ എനിക്ക് ബാക്കും കൂടെ കാണണം എന്നുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു കയറാൻ പറഞ്ഞിട്ട് തിരിച്ചു കയറാണ്. ഇത് ബാക്കാണ് ഫ്രണ്ടിനേക്കാളും ഭംഗി. ബാക്കിലെ ആണോ? ഇതല്ലായിരുന്നു നിനക്ക് ഞാൻ ആക്ച്വലി എടുത്തു. സ്കെച്ചേഴ്സിന്റെ പിങ്ക്.
അപ്പൊ ഷേക്ക് പറഞ്ഞ നിന്റെ അടുത്ത് ഉണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. അതെന്റെ ചേച്ചി എടുത്ത് പ്ലീസ് ഇല്ല, അത് എനിക്ക് തന്ന ചിഹ്നം. ചേച്ചിക്ക് വേണേ വേറൊരു സാധനം തരാം. എന്ത് തരും? പഴയ പിങ്കായിരിക്കും. ചേച്ചിക്ക് നല്ല ഷൂ എനിക്ക് തന്ന ചിഹ്നം. എന്തുവാ ഞാൻ ഇന്നെ വാങ്ങിക്കോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിഹ്നം. സൂപ്പർ അല്ലേ? അടിപൊളി. എനിക്ക് ഇങ്ങനെ ഒരു ഷൂ ഇല്ല ആക്ച്വലി. അത് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇല്ല, എനിക്ക് ഇങ്ങനത്തെ ഷൂ ഇല്ല അച്ഛാ. തീരില്ല. യുകെയിൽ പോയി പെരക്കാൻ. നീ യു കെ ഇങ്ങനെ പറയണ്ട. ഒരിത്തിരി ടൈറ്റ് ആക്കാനുണ്ടോ? ആ ചേച്ചി റൈറ്റ് ചെയ്തുതരാം. ദിലുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്സില് ഒരു ഷൂ അത് നിർബന്ധമാണ് കേട്ടോ. അത് അധികവും ഏട്ടനാണ് വാങ്ങിച്ചു കൊടുക്കുക. അധികം എന്നല്ല, എല്ലാ വർഷവും ഏട്ടന്റെ വക പിറന്നാളിന് ഒരു ഷൂ അവൾക്ക് മസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ബാഗ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. എല്ലാം കൊണ്ടും അടിപൊളി കുറേ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട് ഈ പിറന്നാളിന്. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ്സ് ആയിരുന്നു ഇപ്രാവശ്യം. അങ്ങനെ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടിയും കിടക്കെടുത്ത് പോവാണ്. ഈ പെട്ടി നിറയെ ഒക്കെ കിട്ടിയ ഗിഫ്റ്റുകളാണ്. എന്റെ പിങ്ക് ഷൂ ആയി. ആ ശരി ട്ടോ. എനിക്ക് കാണണ്ടേ? ആര്? ബൈ ബൈ.